സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് രേണു സുധി. അന്തരിച്ച മിമിക്രി കലാകാരൻ സുധിയുടെ ഭാര്യയാണ് രേണു. സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യവുമാണ് രേണു. ഇന്ന് സുധിയുടെ മരണത്തിന് പിന്നാലെ രേണുവിനെയും കുടുംബത്തിനെയും ചേർത്ത് പിടിക്കുകയായിരുന്നു മലയാളികൾ. എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത സൈബർ ആക്രമണവും രേണുവിന് നേരിടേണ്ടി വന്നതു എന്നത് സങ്കടകരമായ വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ താരൻ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള രേണുവിൻ്റെ റീൽ വൈറലായി മാറിയിരുന്നു. ഇതിന് പിന്നാലെ രേണുവിനെ വിമർശിച്ചും അധിക്ഷേപിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഇതിനിടെ ഇപ്പോഴിതാ രേണു പങ്കുവച്ച പുതിയ പോസ്റ്റും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. ഇവർ വിവാഹിതരായോ എന്ന തംബ്നെയിലോടെയാണ് രേണു കുറിപ്പും വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത്. ഡോക്ടർ മനു ഗോപിനാഥനോടൊപ്പമുള്ളതാണ് രേണു പങ്കുവച്ച വീഡിയോ. ഇരുവരും വിവാഹ വേഷത്തിലാണുള്ളത്. വീഡിയോ കണ്ടതോടെ ആരാധകരും അമ്പരന്നിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ തങ്ങളുടെ അഭിമുഖം കാണണമെന്നുമാണ് കുറിപ്പിൽ രേണു പറയുന്നത്. ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു. രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ. ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരുപാട് സംശയമുണ്ടാകും എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെ 1000 നന്ദി. രാജകുമാരൻ്റെയും രാജകുമാരുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു. പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തുന്നത്. ഇരുവരും വിവാഹം കഴിച്ചുവോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. അതേസമയം ഇതൊരു ഫോട്ടോഷൂട്ട് ആയിരിക്കാമെന്നും വരാനിരിക്കുന്ന ഷോർട്ട് ഫിലിമിൽ നിന്നുള്ളതായിരിക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. ഇവർ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. പക്ഷേ വെറുതെ രാജകുമാരനും രാജകുമാരിയും എന്നൊക്കെ തള്ളിവിട്ടാൽ ആ കുട്ടി എങ്ങനെങ്കിലും ജീവിച്ചാലും നാട്ടുകാർക്കാണ് കുഴപ്പം. ആ കുട്ടിയുടെ ജീവിതം ആ കുട്ടി തിരഞ്ഞെടുക്കട്ടെ. എന്തിനാണ് അതിൽ തലയിടുന്നത്? എല്ലാത്തിലും എന്തെങ്കിലും കണ്ടെത്തി കുറ്റവും കുറവും പറഞ്ഞില്ലെങ്കിൽ ചിലർക്കൊരു മനസ്സുഖം കിട്ടില്ല. പിന്നെ പറയുന്നവർ സ്വന്തം ജീവിതത്തിലേക്ക് മുടക്കി നോക്കുന്നത് നല്ലതാണ്. 2 കിട്ടിയാലും 3 കിട്ടിയാലും അവരുടെ ഇഷ്ടമല്ലേ. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളതല്ലല്ലോ ജീവിതം. മറ്റുള്ളവരുടെ പച്ചമാംസം തിന്ന് ജീവിക്കുന്ന കുറേ എണ്ണം. അവർ എന്തെങ്കിലും ആയിക്കോട്ടെ. ചാനൽ ഇൻ്റർവ്യൂ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നവർ ഏത് വൈബ്, അംബാനി വൈബ് എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. അതേസമയം സത്യാവസ്ഥ എന്താണെന്നറിയാൻ കാത്തിരിക്കുന്നുവെന്നാണ് ആരാധകരോടായി രേണു പറയുന്നത്. സംഭവം എന്തെന്നറിയാനായി ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.